നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ഫ്ളാറ്റ് കെയർടേക്കർ ഉൾപ്പെടെ 3 ജീവനക്കാർക്ക് പരിക്ക്. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിജീവന സമരങ്ങളുടെയും ആവേശമുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന പരിപാടികൾ. മെയ് ദിന റാലികളും കൺവെൻഷനുകളിലും പങ്കെടുത്തത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. കൊടും ചൂടിൽ ശുദ്ധജല ദൗർലഭ്യം മൂലം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. പനി ബാധിച്ച് നിത്യേന സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് 500ഓളം പേർ. മഞ്ഞപ്പിത്തം ബാധിച്ച് 40-ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ. ചെറുതുരുത്തിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ അവണൂരിൽ പിതാവിനെ കടലക്കറിയിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥ് നേപ്പാളിൽ മരിച്ച നിലയിൽ. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം കാണാതായ മയൂർനാഥ് നേപ്പാളിൽ പോയത് സന്യാസം സ്വീകരിക്കാൻ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ഫ്ളാറ്റ് കെയർടേക്കർ ഉൾപ്പെടെ ജീവനക്കാരായ 3 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മമ്മിയൂരിലെ സൗപർണിക ഫ്ളാറ്റിലായിരുന്നു സംഭവം. ഫ്ളാറ്റിൽ മുറിയെടുത്തതിന് ശേഷം ലഹരി ഉപയോഗിച്ച് ബഹളമുണ്ടാക്കിയതോടെ മുറി ഒഴിയാനാവശ്യപ്പെട്ടതായി ജീവനക്കാർ പറയുന്നു. ഇതോടെ പ്രകോപിതരായ 10 അംഗ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഫ്ളാറ്റിന്റെ കെയർടേക്കർ ചാലിശ്ശേരി സ്വദേശി 40 വയസ്സുള്ള അനുമോദ്, ശുചീകരണ തൊഴിലാളി ബംഗാൾ സ്വദേശി 35 വയസ്സുള്ള മഹേഷ്, ഗുരുവായൂർ സ്വദേശി 37 വയസ്സുള്ള പ്രവീൺ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ പ്രവീണിന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ഗുരുവായൂർ ടെമ്പിൾ പോലീസ് റൂമെടുത്ത ചാവക്കാട് സ്വദേശി നിതീഷിനെ കസ്റ്റഡിയിലെടുത്തു. വണ്ടിക്കച്ചവടവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് റൂം എടുത്തതെന്നാണ് വിവരം. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിജീവന സമരങ്ങളുടെയും നിരന്തര പോരാട്ടങ്ങളുടെയും ആവേശമുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് ദിശാബോധം നൽകുന്നതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് സംസ്ഥാനത്ത് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. ലോകത്ത് 80ഓളം രാജ്യങ്ങളിലാണ് മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സാമൂഹിക സാമ്പത്തിക മുന്നേറ്റങ്ങളെ സ്മരിക്കുന്ന ദിനം കൂടിയാണിത്. അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന മെയ് ദിനം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്തതിൻ്റെ ആവേശസ്മരണകളെ പുണരുന്നു. കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യവും തൊഴിലാളി വർഗ നേട്ടങ്ങളും സംഭാവനകളുമെല്ലാം ഉയർത്തിപ്പിടിച്ചാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിനം ആചരിച്ചത്. സംസ്ഥാനത്ത് കൊടും ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ ട്രേഡ് യൂണിയനുകൾ പതിവ് മെയ് ദിന റാലികൾക്ക് പകരം പലയിടത്തും മെയ് ദിന സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചത്. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ മെയ് ദിന കൺവെൻഷൻ വാണിയംകുളം EK നായനാർ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. ആ രൂപത്തിലുള്ള അടിച്ചമർത്തൽ നേരിടുന്ന, വംശീയതയ്ക്ക് നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളോടും CITU അതിൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തും ഫാസിസ്റ്റതല്ല ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മോദി ഭരണകൂടം, ആ ഭരണകൂടം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ എല്ലാ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് നൽകിയിട്ടുണ്ട്. CITU ഡിവിഷൻ പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ഭാസ്കരൻ, K ഗംഗാധരൻ, TP ഭാസ്കരൻ, KR വിജയൻ, APM റഷീദ്, V വേണുഗോപാലൻ,
KV സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ അവണൂരിൽ പിതാവിനെ കടലക്കറയിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥ് നേപ്പാളിൽ മരിച്ച നിലയിൽ. കേസിൽ മയൂർനാഥ് ജാമ്യത്തിലിറങ്ങിയിരുന്നു. തുടർന്ന് സന്യാസം സ്വീകരിക്കാനായി നേപ്പാളിൽ പോകുകയായിരുന്നു എന്നാണ് നിഗമനം. നേപ്പാളിലെ ഉൾഗ്രാമത്തിൽ കുളത്തിൽ വീണ് മരിച്ച നിലയിലാണ് മയൂർനാഥിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് പിതാവ് ശശീന്ദ്രനെ കടലക്കറയിൽ വിഷം കലർത്തി മയൂർനാഥ് കൊലപ്പെടുത്തിയത്. ജാമ്യത്തിലിറങ്ങി കാണാതായ മയൂർനാഥിനു വേണ്ടി പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് മയൂർനാഥിന്റെ മരണവിവരം ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ നേപ്പാളിലെത്തി മയൂർനാഥിന്റെ മൃതദേഹം നേപ്പാളിൽ തന്നെ അടക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. ഇതിനിടെ കൊടും വേനലിൽ ശുദ്ധജല ദൗർലഭ്യം മൂലം ജില്ലയിൽ പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. പനി ബാധിച്ച നിത്യേന ശരാശരി 500ഓളം പേരാണ് സർക്കാർ ആശുപത്രിയിൽ മാത്രം ചികിത്സയിൽ ഏർപ്പെട്ടത്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ പകർച്ചവ്യാധികളുടെ വ്യാപനം വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊടും ചൂടിൽ പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ മാരകമാകാനുള്ള സാധ്യതയാണ് ആരോഗ്യവകുപ്പിനെ അതീവ ജാഗ്രതയിലേക്ക് നയിക്കുന്നത്. ചൊവ്വാഴ്ചയും സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ്. 40.4. 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉയർന്ന താപനിലയും ഉയർന്ന ഈർപ്പവും കാരണമാകാം. കടുത്ത വേനലിൽ ശുദ്ധജല ദൗർലഭ്യം തന്നെയാണ് ജില്ലയിൽ പനിയും പകർച്ചവ്യാധികളും വ്യാപകമാകാൻ കാരണമാകുന്നത്. പനി ബാധിച്ച് ശരാശരി 500ഓളം പേരാണ് ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്. ചുമ, ജലദോഷം, ക്ഷീണം എന്നിവയും മിക്കവരെയും ബാധിക്കുന്നുണ്ട്. മഴക്കാല രോഗമായ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും പടരുന്നത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ജലസ്രോതസ്സുകളിൽ മിക്കവയും വറ്റിയതോടെ മലിനജലം ഉപയോഗിക്കേണ്ടി വരുന്നതിലൂടെയാണ് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് ഇതിനകം 2 പേരാണ് പാലക്കാട് ജില്ലയിൽ മരണപ്പെട്ടത്. മഴക്കാല രോഗമായ ഡെങ്കി എങ്ങനെ വ്യാപിക്കുന്നു എന്നതിൽ ആരോഗ്യവകുപ്പും ആശങ്കയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 9000-ലധികം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത്. ഇതിനു പുറമെയാണ് സ്വകാര്യ ആശുപത്രികളിലെ കണക്ക്. 44 ഡെങ്കി ബാധിതരും 21 മഞ്ഞപ്പിത്ത ബാധിതരും ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഉഷ്ണതരംഗം നിലനിൽക്കുന്നതിനാൽ ആരോഗ്യവകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കലക്ടറും DMOയും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റെസ്റ്റ് റൂമുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മെയ്ദിനത്തിൽ റെയിൽവേ TTമാരുടെ പ്രതിഷേധം. പാലക്കാട് ഡിവിഷനിലെ TTമാർ റെസ്റ്റ് റൂം ബഹിഷ്കരിച്ച് പ്ലാറ്റ്ഫോമിൽ കിടപ്പ് സമരം നടത്തി. 2018 റെയിൽവേ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ നടപ്പാക്കണമെന്നും ലേഡീസ് TTമാർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റെസ്റ്റ് റൂം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പാലക്കാട് ഡിവിഷനിലെ TTമാർ റെസ്റ്റ് റൂം ബഹിഷ്കരിച്ച് വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്ലാറ്റ്ഫോമുകളിൽ കിടപ്പു സമരം നടത്തിയത്. ഷൊർണൂരിൽ സമരത്തിന്റെ ഭാഗമായി TTമാർ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം RG പിള്ള ഉദ്ഘാടനം ചെയ്തു. അവയെല്ലാം ഒരേ തരത്തിലുള്ള സമീപനം അർഹിക്കുന്നവരാണ്. അവരുടെ ന്യായമായി നല്ല നിലയിൽ തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായ. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. കേശവൻ, ജിജു, ജൈനേഷ് കുമാർ, ശശി, ദീപ, അനിൽകുമാർ, കിരൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊടുംവേനലിൽ പുഴയോരങ്ങളിലെ പുൽക്കാടുകളിൽ തീപിടുത്തം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ പുൽക്കാടിൽ തീ പടർന്നത് പുഴയോരവാസികളെ ആശങ്കയിലാക്കി.
ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് പുഴയിലെ പുൽക്കാടുകളിൽ തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാൻ ഏറെ പ്രയാസപ്പെട്ടു. 1 കിലോമീറ്ററോളം പ്രദേശം മിനിറ്റുകൾക്കുള്ളിൽ കത്തിയമർന്നു. ഷൊർണൂർ നമ്പ്രം പ്രദേശത്തു നിന്നാണ് തീ പടർന്നത്. കാരക്കാട് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരം വരെ പുൽക്കാടുകൾ കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. തൃശൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 80 വയസ്സുള്ള ഊർവശി, ഇവരുടെ കൊച്ചുമകൻ ദിനേശന്റെ ഭാര്യ 40 വയസ്സുകാരി രജിത എന്നിവരുടെ സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 കമ്പിളി പുതപ്പ് വേണോ എന്ന് ചോദിച്ച് വീട്ടിലെത്തിയ മോഷ്ടാക്കളെ വീട്ടുകാർ ആദ്യം മടക്കി അയച്ചെങ്കിലും 2:30 അവർ വീണ്ടും വീട്ടിലെത്തുകയായിരുന്നു. വീടിന്റെ പുറത്തുനിന്ന് തുണികൾ ഉണക്കാനിടുകയായിരുന്ന രജിതയുടെ വായയിൽ മുറ്റത്ത് കിടന്നിരുന്ന തുണി കൊണ്ട് പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന 4 പവൻ മാലയും ഒപ്പമുണ്ടായിരുന്ന ഊർവശിയുടെ 1.5 പവൻ മാലയുമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇവർ ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നാണ് രജിത പറയുന്നത്. കഴുത്തുവേദനയെ തുടർന്ന് കഴുത്തിൽ ബെൽറ്റ് ധരിച്ചിരുന്ന രജിതയുടെ ബെൽറ്റ് അടക്കം കൂട്ടിപ്പിടിച്ചാണ് മോഷ്ടാക്കൾ മാല പിടിച്ചു പറിച്ചെടുത്തത്. ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ എത്തുമ്പോഴേക്കും ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കടന്നു കളഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ചൊവ്വാഴ്ച വൈകിട്ട് നടന്നു. KVVES പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ആ ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളിൽ വ്യാപാരികൾ നാളെയും നിലനിൽക്കുമെന്ന ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി വ്യാപാര മേഖല ഇന്ത്യയിൽ 30 കോടി ആളുകൾക്ക് അന്നം നൽകുന്ന ഈ മേഖലയെ സംരക്ഷിക്കുമെന്ന ദൃഢപ്രതിജ്ഞയെടുക്കുന്ന തരത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം ചർച്ചകളാകണം നാം കൂടുന്നിടത്ത് നാം ഏറ്റെടുക്കേണ്ടത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ KVVES ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MB രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി VS സുധേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VP സുരേന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VR ഷാജു എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് KA ഹമീദ്, മുസ്തഫ മുളയങ്കാവ് എന്നിവർ നേതൃത്വം നൽകി. ഭാരവാഹികളായി KB ജൂബി പ്രസിഡന്റ്, VS സുധേഷ് സെക്രട്ടറി, VP സുരേന്ദ്രൻ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തിയിൽ വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം പള്ളിത്തൊടി നായർ വീട്ടിൽ പരേതനായ ശ്രീരാമൻ നായരുടെ ഭാര്യ 78 വയസ്സുള്ള സത്യഭാമയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ സമീപത്ത് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വീടിനകത്തു കയറി നോക്കുമ്പോഴാണ് സത്യഭാമയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പ്രദേശവാസികൾ ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ചെറുതുരുത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഗേറ്റിനവിടെ കുറച്ചുകൂടി സമയത്ത് ഈ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ ഒരു 2-3 ദിവസമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കേണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരെ മകളും മരുമകനും കൂടി ഗൾഫിലാണ്. അപ്പോൾ ഈ വീട് തുറക്കാത്ത കാരണം ഇവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അമ്മമ്മ ഗേറ്റും തുറക്കണില്ല, വാതിലും തുറക്കണില്ല, അപ്പോൾ വന്ന് നോക്കുക ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്, ചെറിയൊരു സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനെ വിവരറിയിച്ചു. പോലീസ് വന്നപ്പോൾ ബാത്റൂമിൽ മരണപ്പെട്ട് ഒരാളെ കണ്ടത്. മകൾ പ്രജിതയ്ക്കൊപ്പം താമസിച്ചു വന്നിരുന്ന സത്യഭാമ പ്രജിത ഗൾഫിലെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയതിനെ തുടർന്ന് ഒറ്റയ്ക്കാണ് താമസിച്ചു വരുന്നതെന്ന് മകൻ കൃഷ്ണദാസ് പറഞ്ഞു. വിരലടയാള വിദഗ്ധൻ OU രാമദാസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പാലക്കാട് ജില്ലാ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മെയ്ദിന റാലിയും കോട്ടായിൽ വെച്ച് നടന്നു. ജില്ലാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം KSBA സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഉമ്മറും സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം KSBA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം UN തമ്പിയും നിർവഹിച്ചു. കാലത്ത് 9 മണിക്ക് കല്ലേക്കാട് കാനറ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മെയ്ദിന റാലി ജില്ലാ മന്ദിരത്തിന്റെ മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് പതാക ഉയർത്തലിനു ശേഷം തുടങ്ങിയ ഉദ്ഘാടക ചടങ്ങിൽ KSBA ജില്ലാ പ്രസിഡന്റ് G ഗംഗാധരൻ അധ്യക്ഷനായി. KSBA ജില്ലാ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. മന്ദിര കമ്മിറ്റി ചെയർമാൻ A സുരേഷ്, കൺവീനർ P സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു.
KSBA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി സുരേഷ്, എൻ സുന്ദരൻ, കെ രാജേഷ്, ലേഡി ബ്യൂട്ടീഷ്യൻ ജില്ലാ പ്രസിഡന്റ് MN തിലകം, ജില്ലാ സെക്രട്ടറി VP മല്ലിക, ജില്ലാ ട്രഷറർ AB ബീന, ജില്ലാ ഭാരവാഹികൾ, താലൂക്ക് പ്രസിഡന്റുമാർ, താലൂക്ക് സെക്രട്ടറിമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. KSBA ജില്ലാ ട്രഷറർ CM ബാബുരാജൻ ചടങ്ങിന് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി അയ്യങ്കുളം അല്ലമിൻ ബാലികാ അനാഥ മന്ദിരത്തിന്റെ കനിവിൽ 10ഓളം നിർധന യുവതികൾക്ക് മംഗല്യ സാഫല്യം. വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിച്ചു. അതിനേറെ ഈ മഹത്തായ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തുടക്കം മുതൽ ഇന്നേ വരെ ഓരോ സമയത്തും ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ കാര്യങ്ങളിലൊക്കെ സംഘാടകരുടെയും നേതൃപരമായ പങ്കുവഹിക്കുന്നവരുടെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ ആദ്യം ചിന്തിച്ച സഹോദരന്മാരെ, ഒരുപാട് പിഞ്ച് മക്കളുണ്ട് ഇവിടെ ഈ സദസ്സ്, ഒരുപാട് കാരണവന്മാരുണ്ട്, നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളായ ഒരുപാട് മക്കളുണ്ട്, ആണും പെണ്ണായിട്ട്. അല്ലമിൻ അഗതി മന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ CP അബൂബക്കർ ദാരിമി അധ്യക്ഷനായി. സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് PK ഇംബിച്ചിക്കോയ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് KUM താജുദ്ദീൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വിവാഹിതരായ യുവതികൾക്ക് അല്ലമിൻ അഗതി മന്ദിരത്തിന്റെ വകയായി സ്വർണ്ണാഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നിന്ന് 28 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച സീനിയർ ക്ലർക്ക് K ഗീതയ്ക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ബാങ്ക് ചെയർമാൻ U രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ബാങ്ക് പ്രൊഫഷണൽ ഡയറക്ടർ M വിജയൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ചെയർമാൻ ബാങ്കിൻ്റെയും ജീവനക്കാരുടെയും ഉപഹാരം K ഗീതയ്ക്ക് കൈമാറി. ജനറൽ മാനേജർ ഇൻചാർജ് TP സ്യമന്തകം, ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് സജില R സിംഗ്, M ഗോപാലകൃഷ്ണൻ, KP മുരളീധരൻ, KS മോഹനകൃഷ്ണൻ, P രവീന്ദ്രൻ, K ജയലക്ഷ്മി, K ഗീത, ബാങ്ക് ഡയറക്ടർ K സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ഫ്ളാറ്റ് കെയർടേക്കർ ഉൾപ്പെടെ 3 ജീവനക്കാർക്ക് പരിക്ക്. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിജീവന സമരങ്ങളുടെയും ആവേശമുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന പരിപാടികൾ. മെയ് ദിന റാലികളും കൺവെൻഷനുകളിലും പങ്കെടുത്തത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. കൊടും ചൂടിൽ ശുദ്ധജല ദൗർലഭ്യം മൂലം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. പനി ബാധിച്ച് നിത്യേന സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് 500ഓളം പേർ. മഞ്ഞപ്പിത്തം ബാധിച്ച് 40-ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ. ചെറുതുരുത്തിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ അവണൂരിൽ പിതാവിനെ കടലക്കറിയിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥ് നേപ്പാളിൽ മരിച്ച നിലയിൽ. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം കാണാതായ മയൂർനാഥ് നേപ്പാളിൽ പോയത് സന്യാസം സ്വീകരിക്കാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.